ശ്രീ ആന്റണി ജോൺ പെട്ടെന്ന്. സാർ, വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുന്നതിനും സംസ്ഥാനത്ത് കൊണ്ടുവന്ന ലിറ്റിൽ കൈറ്റ്സിന് യൂണിസെഫിൽ നിന്നും ലഭിച്ച അഭിനന്ദനം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായി തന്നെ നമ്മൾ കാണണം സാർ. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് നേട്ടങ്ങളിലൂടെയാണ് സാർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് നമ്മുടെ കുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രത്യേക പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രംഗത്ത് നിന്ന് കുട്ടികൾക്ക് താല്പര്യം നന്നായി തന്നെ വരികയാണ്. കുട്ടികൾ രാജ്യ വികസനത്തിനായുള്ള മനുഷ്യ വിഭവ സ്രോതസ്സുകളായി മാറേണ്ടതായിട്ടുണ്ട്. അതിജീവനത്തിനും ഉപജീവനത്തിനും അതുവഴി രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിനും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സർ, സ്റ്റാർസ് പദ്ധതി പ്രകാരം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. സർ, ഇതിൻ്റെ ഭാഗമായി 210 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 14 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. 28 ബാച്ചുകളിലായി 12 കോഴ്സുകൾ നിലവിൽ നടത്തി വരികയാണ്. ജില്ലാ ഭരണകൂടങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ കളക്ടർ നേതൃത്വത്തിലാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സർ, 6 മാസം മുതൽ 1 വർഷം വരെയാണ് കോഴ്സിൻ്റെ കാലാവധി. സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് പ്രസ്തുത സെൻ്റർ പ്രവർത്തിക്കുന്നത്. അഭിരുചിക്കും ഭാവി തൊഴിൽ സാധ്യതയ്ക്കും അനുഗുണമായ വൈദഗ്ധ്യം യുവജനങ്ങൾക്ക് നൽകുക, കേരളത്തിൻ്റെ ഓരോ ബ്ലോക്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഉറപ്പാക്കുക, 21 വയസ്സിന് താഴെയുള്ള ഔട്ട് ഓഫ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്ക് നൈപുണ്യ വിദ്യാഭ്യാസം പ്രാപ്യമാക്കുക, ഔപചാരിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം ലഭിക്കാത്ത കുട്ടികൾക്ക് അതിനുള്ള അവസരം നൽകുക, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഉപജീവനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുക, കുട്ടികൾക്ക് സ്വയം സംരംഭത്തിനുള്ള ധാരണയും അനുഭവങ്ങളും അവസരം നൽകുക എന്നിവയാണ് നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളുടെ ലക്ഷ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, നമ്മുടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേകമായി പരിശീലന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ സാർ? യെസ് മിനിസ്റ്റർ. സാർ, ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തൊരു പുതിയ കാൽവയ്പ്പാണ്. സമഗ്ര ശിക്ഷ കേരള 2023-24 വാർഷിക പദ്ധതി പ്രകാരം അംഗീകരിച്ച വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിക്രൂട്ടിംഗ് സപ്പോർട്ട് ഫോർ ഹബ് ആൻഡ് സ്പോക്ക് സ്കൂൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ലൈഫ് സ്കിൽസ് ഫോർ ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ്. വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം തന്നെ അടിസ്ഥാന ജീവിത നൈപുണ്യങ്ങളിൽ പ്രാവീണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാമിലെത്തേക്ക് 2023 തിരഞ്ഞെടുത്ത 14 ഹബ്ബ് സ്കൂളുകളിലും 9 തരത്തിലെ 40 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് അവധിക്കാലത്ത് 3 ദിവസത്തെ നോൺ റെസിഡൻഷ്യൽ ക്യാമ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവശിക്ഷ കേരളയും സംയുക്തമായി സംഘടിപ്പിച്ചു. സാർ, 560 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന ജീവിത നൈപുണ്യ പരിശീലനവും നൽകി. ആരോഗ്യം, പാചകം, എഞ്ചിനീയറിംഗ്, കൃഷി തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകി. ഇതിൻ്റെ തുടർച്ചയായി ഈ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലും സർവശിക്ഷ കേരളയും ചേർന്ന് പരിശീലന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്.